ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് പുട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാൻ ഈ പുട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോഴേ തന്നെ എല്ലാവരും ചിന്തിക്കും, നോർമലായിട്ട് മലയാളീസിന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പുട്ട് ഉണ്ടാക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നില്ല, ശരിയാവുന്നില്ല, കട്ട പിടിക്കുന്നത്, അതുമാതിരിയിലെ കംപ്ലൈൻറ്റ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അതുകൂടാണ്ട് ഞാൻ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. എനിക്ക് ഈ ഒരു രീതിയിൽ എപ്പോഴും ചെയ്താലും നന്നായിട്ട് വരാറുണ്ട് പുട്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് അതുമാതിരി കട്ടയൊന്നും പിടിക്കാത്ത വിധത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റാറുണ്ട്. കുറച്ചൊരു വ്യത്യാസമുണ്ട്, നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമാണ് ഞാൻ ചെയ്യുന്ന രീതി എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പുട്ടിൻ്റെ പൊടി തന്നെയാണ്. ഞാൻ ഇന്ന ബ്രാൻഡ് എന്ന് പറയുന്നില്ല, ഏത് ബ്രാൻഡിലെ അരിപ്പൊടി എടുത്താലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ ചെയ്താൽ നല്ല സോഫ്റ്റായിട്ട് ചെയ്തെടുക്കാം. ഒരു കപ്പ് അരിപ്പൊടിക്ക് ഞാൻ ഏകദേശം അരക്കപ്പ് ഫ്രഷ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ തേങ്ങേൻ്റെ അളവും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്തിട്ട് ചെയ്യാം. പക്ഷെ കുറച്ചൊരളവിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പുട്ടുണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റ് വരിക. അപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, കുറച്ച് വലിയൊരു പാത്രമാണ്. അതിലേക്ക് നമ്മൾ അരിപ്പൊടി എടുത്ത ഒരു പാത്രത്തിൻ്റെ പകുതി അളവിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ബൗൾ ഫുള്ളായിട്ട് അരിപ്പൊടി എടുത്തിന്, അതിൻ്റെ പകുതി അളവാണ് ഇവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. അത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഉപ്പ് ചേർത്തതിന് ശേഷം അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേണം ഇതിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ചേർത്താൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ അരിപ്പൊടി ഇട്ടാൽ അത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അരിപ്പൊടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരുമല്ലോ. നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. അതുകൂടാണ്ട് നമ്മളിപ്പോൾ ഈ ഒരു പാത്രം എടുത്ത്, ഞാൻ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രം എടുത്തത്, ഇത് കുറച്ച് വൈഡായിട്ടുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇത് കുറച്ച് അളവ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ പാത്രം എടുത്തത്. നിങ്ങൾ കുറച്ച് കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ വൈഡായിട്ടുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ മിക്സ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾക്ക് ഈ അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് ഇത് ഇവിടെ മൂടി വെക്കാം. അപ്പോൾ ഞാനിതിവിടെ മൂടി വെച്ചിട്ട് 5 മിനിറ്റായി. അതിനുശേഷം നമ്മൾക്കിത് കൈ വെച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിങ്ങനെ കൈ വെച്ച് ഇതുമാതിരി ഉരുട്ടിയെടുക്കുമ്പോൾ ഇതുമാതിരി കട്ടയായിട്ട് ഇതുമാതിരി കിട്ടണം. അപ്പോഴാണ് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ അടുത്തത് ഞാനിവിടെ പുട്ടിൻ്റെ പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ചിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഈ പൊടി ഇതിൻ്റെ ഈ പാത്രത്തിലേക്ക് ഫില്ല് ചെയ്യണം. പുട്ടിൻ്റെ ഈ പാത്രത്തിലേക്ക് ഫില്ല് ചെയ്യണം. നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്തിട്ട് ഇടാൻ പാടില്ല. ജസ്റ്റ് അതിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. പ്രസ് ചെയ്ത് കൊടുത്താൽ അത് പെട്ടെന്ന് സ്റ്റീം മേലേക്ക് വരില്ല. അപ്പോൾ ഞാനിവിടെ പുട്ടുപാത്രം ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒരുപാട് മേലെ വരെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിപ്പോൾ ഒന്ന് മാത്രം ചെയ്യുന്നത് കൊണ്ട് ഒരു 1/4 ഭാഗം മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ ചെയ്യുന്നതാണെങ്കിൽ ഏകദേശം ഒരു അരഭാഗം വരെ വേണ്ട, അതിൽ കുറവായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അതിൽ വെള്ളം വറ്റിപ്പോയി കഴിഞ്ഞാൽ പുട്ട് കരിഞ്ഞു പോകും, ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ ആ ഒരു കരിഞ്ഞതിൻ്റെ ഫ്ലേവറാണ് വരിക. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഞാനിത് ഈ ഒരു പുട്ടിൻ്റെ പാത്രം ഇവിടെ വെക്കാം. ഇതിപ്പം ഇവിടെ പുട്ടിൻ്റെ ഈ ഒരു കുറ്റി ഇത് വെച്ചതിന് ശേഷം ഇതിപ്പോൾ സ്റ്റീം വരുന്നുണ്ട്. ഇത് നമ്മൾ സ്റ്റീം വന്നതിന് ശേഷം ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. ഇതിന് വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടെ കുഴച്ചെടുത്തിട്ട് വീണ്ടും ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ കഴിക്കുമ്പോൾ അത് കുറച്ച് ഹാർഡായിട്ടുണ്ടാവും, അത്ര സോഫ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ രണ്ടാമത് ഒന്ന് സ്റ്റീം ചെയ്യുമ്പോഴാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരിക. ഞാൻ അതിൻ്റെ രീതി കാണിക്കാം. അപ്പം ഞാനിതിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഫസ്റ്റ് ഇതിലേക്ക് തന്നെ തട്ടിക്കൊടുക്കാം. പെട്ടെന്ന് തന്നെ തട്ടാം, കുഴപ്പമൊന്നുമില്ല. കുറേ സമയം വെച്ചിട്ട് അതുമാതിരി തട്ടിയെടുക്കണം എന്നൊന്നും ആവശ്യമില്ല. അതിനുശേഷം അപ്പം തന്നെ ഇത് വീണ്ടും ഉടച്ചു കൊടുക്കണം. ഇതുമാതിരി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഞാനിതിപ്പം നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം നല്ല ചൂട് തന്നെ ഇല്ലത്. ഈ സമയം തന്നെ നമ്മൾക്കിതിൽ വെള്ളം കുറച്ചായിട്ട് വെള്ളം തളിച്ച് കൊടുക്കണം. കൂടുതൽ വേണ്ട, കുറച്ചായിട്ട് ഒരു 2 പ്രാവശ്യമായിട്ട് ഇതുമാതിരി മിക്സ് ചെയ്താൽ മതി. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം വേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു അളവിൽ, ഞാൻ എടുത്ത അളവിൽ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫസ്റ്റിൽ ചേർത്തത് കൂടാണ്ടാണ് വീണ്ടും നമ്മൾ വെള്ളം ചേർക്കുന്നത്. പക്ഷേ ഈ സമയത്ത് വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് കൂടുതൽ ഒട്ടിപ്പിടിക്കുമോ എന്നുള്ള സംശയം തോന്നും.
അതുമാതിരിയൊന്നും വരില്ല. നോർമലായിട്ട് നല്ല ഇതിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിൽ. ഇപ്പം ഇപ്പോൾ നല്ല ഉതിരിയായിട്ട് തന്നെയല്ലത്, ഇതുമാതിരി പൊടി പൊടിയായിട്ട് തന്നെയല്ലത്. അടുത്തത് നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഫ്ലേവർ ഇഷ്ടമില്ലാതെ മാതിരി ചേർത്ത് കൊടുക്കാം. പക്ഷേ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ പൊടിയിനേക്കാളും കൂടുതൽ കോക്കനട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്ന മാതിരി പുട്ടത്ര നന്നായിട്ട് വരില്ല. 2-3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ആ തേങ്ങ അതിൽ ചേർത്തത് ഈ അരിയിൽ നന്നായിട്ട് പിടിച്ചിട്ട് നല്ലൊരു ഫ്ലേവർ വരണം. അത്ര വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും ഇത് ഏകദേശം കുറച്ച് ഡ്രൈ ആയിട്ടില്ലേ മാതിരി. നമ്മൾക്കിത് പിടിച്ച് നോക്കുമ്പോഴും മനസ്സിലാവും കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം ഞാൻ ഇതിൽ ഏകദേശം 1 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം എനിക്കിത് കുറച്ച് ഡ്രൈ ആയിട്ടില്ലേ മാതിരി ഉണ്ട്. നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ചേർക്കണം. ഞാൻ ഇപ്പോൾ 4 ടേബിൾ സ്പൂൺ ഇതിപ്പം രണ്ടാമത് നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ട് കുഴച്ചെടുക്കുമ്പോൾ 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് നമ്മളെടുത്തതിൻ്റെ അളവിൻ്റെ പകുതി വെള്ളം ചേർത്തിന്. ടോട്ടൽ ഏകദേശം നമ്മൾ 1 കപ്പ് അരിക്ക് 1 കപ്പ് തന്നെ വെള്ളം വരും ഇതിന്. ഇത് ഏകദേശം ശരിയായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പച്ചരിയിലെല്ലാം ചെയ്തെടുക്കുന്നതാണ് ഇത്ര കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. പച്ചരിപ്പൊടി മാത്രമാണെങ്കിൽ. ഇതിപ്പം പുഴുങ്ങലരിയും പച്ചരിയും 2 ചേർന്നത് കൊണ്ടാണ് ഈ ഒരു വെള്ളം ഇത്ര ആവശ്യം വരുന്നത്. നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ചേർക്കണം. ഓരോ ബ്രാൻഡിലും വ്യത്യാസം ഉണ്ടാവും. നമ്മളിത് ഇതുപോലെ പിടിക്കുമ്പോൾ ഇതുമാതിരി ഉരുണ്ട് വരണം. കുറച്ച് കട്ടിയിൽ ഒരു ഉരുണ്ട് വരണം. പക്ഷെ അത് കട്ട കെട്ടിയിട്ട് കൂടുതൽ ഇതുമാതിരി പൊടിക്കുമ്പോൾ പൊടിഞ്ഞ് വരണം. കട്ട കെട്ടി പോകാൻ പാടില്ല. അപ്പോൾ അടുത്തത് ഇത് നമുക്ക് നോർമലായിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രം റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് അത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ അതിൽ ആവിയെല്ലാം കറക്റ്റായിട്ട് മേലേക്ക് വരുമല്ലോ. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഞാനിവിടെ തേങ്ങ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത് വീണ്ടും ഇതിലേക്ക് കുറച്ചുകൂടെ തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമ്മളിത് അരി മിക്സ് ചെയ്ത് ഇത് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 3 പ്രാവശ്യം ഇതുപോലെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രാവശ്യം ചെറിയ ചെറിയ പീസായിട്ട് വേണമെങ്കിൽ അതുപോലെ അത്ര പീസ് ആവേണ്ട അതിനനുസരിച്ചിട്ട് വിട്ടിട്ട് ഇത് തേങ്ങ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അരിപ്പൊടി ചേർക്കും. അതുപോലെ നമ്മൾ അരിപ്പൊടി ചേർക്കുമ്പോൾ പ്രസ് ചെയ്തിട്ട് ചേർക്കാൻ പാടില്ല. ജസ്റ്റ് അതിൽ ഇട്ട് കൊടുക്കുക മാത്രം ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വീണ്ടും സ്റ്റീം ചെയ്തെടുക്കണം. ഇത് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഇതിൽ വന്നതിന് ശേഷം പിന്നെ ഒരു 5 മിനിറ്റ് കൂടുതൽ വെച്ചിട്ട് വേണം സ്റ്റീം ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ മാറ്റാം. ഇതിപ്പോൾ നന്നായിട്ട് സ്റ്റീം വരുന്നുണ്ട്. ഏകദേശം 5 മിനിറ്റിൽ കൂടുതലായി ഇത് നന്നായിട്ട് സ്റ്റീം വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കുന്നു. അപ്പോൾ ഞാനിതിവിടെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ സമയം തന്നെ ഇത് പാത്രത്തിലേക്ക് തട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് കുറച്ചൊരു 5 മിനിറ്റ് വീണ്ടും തണുത്തതിന് ശേഷം മാത്രം പുട്ട് പാത്രത്തിലേക്ക് തട്ടിയെടുക്കാം. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. നമ്മൾക്ക് ആ പുട്ടിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഇതേപോലെ തന്നെ വെക്കാം. അപ്പോൾ ഏകദേശം ഇത് 5 മിനിറ്റായി. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടുണ്ട്, ഇപ്പോഴും നല്ല ചൂടുണ്ട്. പക്ഷേങ്കിൽ ഏകദേശം കുറച്ച് ഒരളവിന് തണുത്തിട്ടുണ്ട്. ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. നമ്മൾക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റാത്ത വിധത്തിൽ ചൂടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാനിത് പൊട്ടിച്ച് കാണിക്കാം. അപ്പം ഞാനിത് പൊട്ടിച്ച് കാണിക്കാം. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. ഇതുപോലെ പൊടിഞ്ഞു വരും. നല്ല സോഫ്റ്റായത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അതുകൂടാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്